ഇന്ന് ഞാനിവിടെ പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 3 സവാള നീളത്തിലരിഞ്ഞത്, 2 ടൊമാറ്റോ ചെറുതായിട്ട് അരിയുക, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചത്, 3 ടേബിൾ സ്പൂൺ കുരുമുളക് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ കുരുമുളക് ഒരു പാനിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഇതിനെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ വേണ്ടത് 25 കാഷ്നട്ട് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണിത്. ഇതിനി തണുത്ത ശേഷം അരച്ച് പേസ്റ്റാക്കി എടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റ് ഇങ്ങനെ ഇത് വറുത്തെടുക്കാം. ഇനി ഇതിനെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ വറുത്ത് പൊടിച്ച കുരുമുളകാണിത്, 3 പട്ട, 6 ഗ്രാമ്പു, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചത്, 10 ഏലക്കായ ചതച്ചത്, 1/4 ടീസ്പൂൺ ഉലുവ. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി തുടങ്ങുമ്പോഴേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ചതച്ചത്, പെരിഞ്ജീരകം ചതച്ചത് ഇത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് വഴണ്ടു വരുമ്പോൾ തന്നെ ഈ പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ മുളക് പൊടിയും പച്ചമുളകും ചേർക്കുകയില്ല. കുരുമുളകിന്റെ ടേസ്റ്റ് മുന്തി നിൽക്കണം. ഈ പൊടികൾ ചേർത്ത് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് വഴണ്ടു വരുമ്പോൾ തന്നെ ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കാം. ഇതിനി ലോ ഫ്ലെയിമിലിട്ട് പാത്രം മൂടി വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞാണ് ടൊമാറ്റോ ചേർക്കുന്നത്. ഇതിവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് അടപ്പ് മാറ്റിയിട്ട് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഇത് ചിക്കനിൽ നിന്ന് തന്നെ ഊറി വന്ന വെള്ളമാണ്. ടൊമാറ്റോ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പെപ്പർ ചിക്കനിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുകയില്ല. ഇത് ടൊമാറ്റോയിൽ നിന്നും ചിക്കനിൽ നിന്നും ഊറി വരുന്ന വെള്ളം മാത്രം മതിയാവും. ഇനി ഇത് മൂടി ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇത് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കണം. ഇതിവിടെ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് അടപ്പ് ഓപ്പൺ ചെയ്യാം. ഇതിപ്പോൾ തക്കാളിയിൽ നിന്നും ചിക്കനിൽ നിന്നും ഇറങ്ങിയ ചാറാണ്. ഒട്ടും വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടില്ല. ഇളക്കിയ ശേഷം ഇതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായി ഇത് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. പെപ്പർ ചിക്കൻ ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.